ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്ക് പ്രഗ്നൻസി ആയിട്ട് തന്നെ കൺഫേം ചെയ്യാൻ പറ്റുന്ന 2 ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതും വളരെ വിയേർഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നമുക്കുണ്ടാകുന്ന കാലുവേദനയും അതുപോലെ തലയിൽ നമുക്ക് ഇടയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥതയും ഒക്കെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് കൺസീവ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക, അല്ലെങ്കിൽ സക്സസ് സ്റ്റോറി ദിജോസ് വേൾഡ് എന്നും പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഒരിക്കലും ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിന് പകരമുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ടിപ്സ് ഒന്നും തന്നെ. ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം ഈ ടിപ്സും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വേഗത്തിൽ കൺസീവ് ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 ലക്ഷണങ്ങൾ കാണുന്നില്ലെങ്കിലും ഡേറ്റ് മിസ്സായി 5 ദിവസത്തിന് ശേഷം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ ചാനലിൽ ലൈവ് സെഷൻ ഉണ്ട്. ഇതിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൻ്റെ ഡൗട്ട്സ് ഒക്കെ നമുക്ക് ഡയറക്റ്റ്ലി ക്ലിയർ ചെയ്യാം. ഇൻറ്ററാക്ഷനൊക്കെ ഡയറക്റ്റ്ലി നടക്കുന്നുണ്ട്. അതിൻ്റെ ടൈം അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ഇടയ്ക്ക് നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കുന്ന ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് തലയിൽ ഇടയ്ക്കിടയ്ക്കായിട്ടുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒട്ടുമിക്ക സ്ത്രീകൾക്കും അവർ പ്രഗ്നൻ്റ് ആകുന്നതിൻ്റെ ഏർലി സ്റ്റേജിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നമുക്കൊന്ന് BP ലോ ആവുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, തല ഒന്നിങ്ങനെ കറങ്ങുന്നത് പോലെയുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക. ഒട്ടുമിക്ക സ്ത്രീകളും ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാറുണ്ട്. നമ്മളിൽ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ പ്രഷർ ഒന്ന് കുറയാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ട് പോകുന്ന സമയങ്ങളിൽ നമ്മുടെ പ്രഷറിൻ്റെ ലെവൽ കൂടാനായിട്ടുള്ള സിറ്റുവേഷൻസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ പ്രഷർ കുറയുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ഫെയിൻറ്റിങ്, നമ്മളൊന്ന് തല കറങ്ങുന്നത് പോലെയുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, നമ്മളിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ആ ഒരു ഇൻക്രീസ് ഉണ്ടാകുന്നതും ഈ ഒരു ഫെയിൻറ്റിങ് നമ്മളിൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു തല കറങ്ങുന്നത് പോലെയുള്ളൊരു സിറ്റുവേഷൻ വരുന്നത് നമ്മൾ കുറച്ചധികം നേരം നിന്നിട്ട് ജോലികൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ കിടന്നിട്ട് പെട്ടെന്നൊന്നങ്ങോട്ട് എണീക്കുന്ന ആ ഒരു സിറ്റുവേഷനിലും ആയിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ കൂടുതലും ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കുറച്ചൊന്ന് അനീമിക് ആയിട്ടുള്ള സ്ത്രീകളിലായിരിക്കും ഉണ്ടാകുന്നത്. ഒരു വിളർച്ച നമുക്ക് ഉണ്ടാകുന്നവർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രഷർ ലോ ആകുന്നതും അതുപോലെ തന്നെ നമ്മളൊന്ന് തല കറങ്ങി വീഴുന്നതുമായിട്ടുള്ളൊരു സിറ്റുവേഷൻ നമുക്കുണ്ടാകും. ചിലപ്പോൾ ഒക്കെ നമ്മൾ തല കറങ്ങി ഒന്ന് അങ്ങോട്ട് ഇരിക്കുകയുള്ളൂ, അങ്ങോട്ട് വീഴുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് കറങ്ങുന്നത് പോലെ, നമ്മൾ കംപ്ലീറ്റ്ലി ഒന്ന് ഔട്ടായി പോകുന്നത് പോലെ ആ ഒരു സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാം. എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയുടെ സമയത്ത് ത്രൂ ഔട്ട് ആ ഒരു എൻ്റയർ പ്രഗ്നൻസി ടൈം മൊത്തം എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ട്രൈമസ്റ്ററോ സെക്കൻഡ് ട്രൈമസ്റ്ററോ ഒന്നും ഇല്ലാതെ മൊത്തം ആ ഒരു 3 ട്രൈമസ്റ്ററിലും എനിക്കൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നങ്ങോട്ട് തല കറങ്ങി പോകുന്നത് പോലെയുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് കിടന്നിട്ടോ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു റിലാക്സേഷൻ ആ ഒരു സമയത്ത് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു സെക്കൻഡ് പ്രഗ്നൻസി ലക്ഷണം എനിക്കുണ്ടായത് എൻ്റെ പീരിയഡ്സ് മിസ് ആകുന്നതിന് മുൻപ് മുതൽ തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല സ്ത്രീകൾക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ തുടക്കത്തിൽ കൂടുതലാണ്. ഒട്ടുമിക്ക സ്ത്രീകൾക്കും ആ ഒരു ഇംപ്ലാന്റേഷൻ നടന്ന് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കാണപ്പെടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ലക്ഷണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോഡി ഒന്ന് കെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫെയിൻറ്റിങ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും ഇരിക്കാനോ അല്ലെങ്കിൽ കിടക്കാനോ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. കട്ടിലിനൊക്കെ അടുത്ത് പോയി കിടക്കാതെ കുറച്ചൊന്ന് ഒന്ന് നടുക്കായിട്ട് കിടക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ തല ഇറങ്ങി നമ്മൾ വീഴാനായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാകും. പ്രഗ്നൻ്റ് ആയിട്ടുള്ള, അപ്പോൾ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, പ്രഗ്നൻ്റ് ആണെന്ന് സിനിമയിലൊക്കെ നമ്മൾ കൺഫേം ചെയ്യുന്നതും തല ഇറങ്ങി വീഴുമ്പോഴോ അല്ലെങ്കിൽ ഛർദ്ദിക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ബോഡി ഒന്ന് കെയർ ചെയ്യുക. രണ്ടാമതായിട്ട് നമുക്ക് കാണുന്നത് കാലിലുണ്ടാകുന്ന അസ്വസ്ഥതകളാണ് കേട്ടോ. പലരും പറയാറുണ്ട് പ്രഗ്നൻസി സമയത്ത് പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപുള്ള പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പുള്ള ഒരു ലക്ഷണമായിട്ട് കാല് വേദന അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളത്. ഈ കാല് വേദന നമുക്ക് അനുഭവപ്പെടുന്നത് പ്രഗ്നൻസിയുടെ ലക്ഷണമാണോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പല സമയങ്ങളിൽ നമ്മുടെ ഒരു ജീവിതത്തിൽ നമുക്ക് കാലുവേദന അനുഭവപ്പെടാറുണ്ട്. നമ്മൾ ഒരുപാട് നേരം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് പേര് നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റൊക്കെ എടുത്ത് തൂക്കി ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്നു കഴിയുമ്പോഴൊക്കെ നമുക്ക് കാലിന് വേദന അനുഭവപ്പെടാറുണ്ട്. അതുപോലെ ഓവറായിട്ട് വെയിറ്റുള്ള സ്ത്രീകളിൽ വണ്ണം കൂടുതലായിട്ടുള്ള സ്ത്രീകളിൽ കാലുവേദന ഉണ്ടാകും. അതുപോലെ ഈ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്ന് പറഞ്ഞുള്ള ഒരു അസുഖം, ഉപ്പൂറ്റ് വേദനയുള്ള സ്ത്രീകളിലൊക്കെ നമുക്ക് കാലിന് ബുദ്ധിമുട്ട് വരാറുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്.
അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആകുന്ന സമയത്തും സ്ത്രീകളിൽ കാലുവേദന ഉണ്ടാവാറുണ്ട്. ഏർലി പ്രഗ്നൻസി ലക്ഷണമായിട്ട് ഒരുപാട് സ്ത്രീകൾക്ക് കാലുവേദന ഉണ്ടാകുന്നു എന്ന് പറയാറുണ്ട്. ഇങ്ങനെ കാലുവേദന ഉണ്ടാക്കാനായിട്ടുള്ള കാരണം നമ്മുടെ ശരീരത്തിൽ ആ സമയത്തുണ്ടാകുന്ന പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഹൈക്ക് മൂലവും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മൂലവുമൊക്കെയാണ് ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ ഒരു കുഞ്ഞ്, നമ്മുടെ ആ ഒരു എംബ്രിയോ വളരണമെങ്കിൽ അതിനൊരുപാട് ന്യൂട്രിയൻസ് ആവശ്യമാണ്. ഈ ന്യൂട്രിയൻസ് എല്ലാം അതിന് കിട്ടുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഈ ന്യൂട്രിയൻസ് കിട്ടാനായിട്ട് നമ്മുടെ ശരീരം ഓരോ ഭാഗത്തു നിന്നും ഇതിങ്ങനെ അബ്സോർബ് ചെയ്ത് എടുക്കും. അപ്പോൾ ഈ കാൽസ്യം കൂടുതലായിട്ട് ഉണ്ടാവുന്നത് നമ്മുടെ എല്ലുകളിലാണല്ലോ. അപ്പോൾ ആ ഒരു ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ ബാക്ക് ബോണിൻ്റെ അവിടെ നമുക്ക് വേദന ഉണ്ടാകും, നമ്മുടെ നടുഭാഗത്ത് നമുക്ക് വേദന ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ കാൽസ്യത്തിൻ്റെ ഭാഗത്ത് നമുക്ക് വേദന ഉണ്ടാകാം, കാലിൻ്റെ ഭാഗത്ത് നമുക്ക് വേദന ഉണ്ടാകാം. കാരണം ഈ കുഞ്ഞു വളരുന്നതിന് വേണ്ടിയിട്ടുള്ള, കുഞ്ഞിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഈ കാൽസ്യം എല്ലാം നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് കാലിന് വേദന അനുഭവപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ യൂട്രസ് എക്സ്പാൻഡ് ആകുന്നതിൻ്റെ സമയത്തും, എക്സ്പാൻഡ് ആവുക എന്നത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂട്രസ് ഒന്ന് വളർന്നു തുടങ്ങുന്നതിൻ്റെ ആ ഒരു സിറ്റുവേഷനിലും ആ ഒരു സമയത്തും നമുക്ക് കാലുവേദന ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പല സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട് ഏർലി പ്രഗ്നൻസി സിംറ്റമായിട്ട് കാലുവേദന അനുഭവപ്പെടുന്നു എന്നുള്ളത്. സാധാരണയായിട്ട് നമ്മളിൽ ഈ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ യൂട്രസ് ഒന്ന് എൻലാർജായി വരുമ്പോഴും അതുപോലെ തന്നെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോഴുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ മുട്ടിന് കീഴ്പോട്ടുള്ളതും പാദത്തിന് ഇടയിലുള്ളതുമായിട്ടുള്ള ഒരു ഭാഗത്തായിരിക്കും നമുക്ക് ഈ കാലുവേദന കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. നമുക്ക് ആ ഒരു ഏർലി പ്രഗ്നൻസി സ്റ്റേജിൽ കാൽസ്യത്തിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഡോക്ടേഴ്സ് പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞിട്ട് കൺസൾട്ട് ചെയ്യുമ്പോഴേക്കും പ്രിനാറ്റൽ വിറ്റമിൻസ് ആയിട്ട് നമുക്ക്, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട വിറ്റമിൻസ് ആയിട്ടും ഒക്കെ കാൽസ്യവും അയോണും ഫോളിക് ആസിഡും ഒക്കെ തരുന്നത്. അതുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകളിൽ പലരോടും നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് മുൻപായിട്ട് കാൽസ്യവും അയോണും ഫോളിക് ആസിഡും ഒക്കെ കഴിക്കാനായിട്ട് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അതെല്ലാം അതിൻ്റെ എല്ലാം ബെനിഫിറ്റ് നമ്മുടെ കുഞ്ഞിലോട്ടും കിട്ടുന്നു. അപ്പോൾ ഇത് കൂടുതലായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, കാൽസ്യത്തിൻ്റെ മെഡിസിനൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കാൽസ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാൽസ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും കുഞ്ഞിന് കിട്ടും. അതിങ്ങനെ കിട്ടാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്നും അത് ആഗിരണം ചെയ്ത് എടുക്കുന്നു, നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് അബ്സോർബ് ചെയ്ത് എടുക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് പല സ്ത്രീകളിലും കാലുവേദന ഉണ്ടാകാം, അതുപോലെ തന്നെ നടുവേദനയും അനുഭവപ്പെടാം. അപ്പോൾ നമുക്കിതൊരു ഏർലി പ്രഗ്നൻസി സിംറ്റമായിട്ടും കൺസിഡർ ചെയ്യാം, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ എപ്പോഴും ഉണ്ടാകുന്ന കാലുവേദനയെ നമുക്ക് പ്രഗ്നൻസി ആണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ പീരീഡ് മിസ്സാകുന്നുണ്ടോ എന്ന് നോക്കുക. പീരീഡ് മിസ്സായതിനു ശേഷം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ അതുണ്ടാവുന്നത് ഏർലി പ്രഗ്നൻസി സിംറ്റമായിട്ടും ആകാം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.